प्रथमं वक्रतुण्डं च एकदन्तं द्वितीयकं तृतीयं कृष्णपिङ्गाक्षं गजवक्त्रं चतुर्धकं लम्बोदरं पञ्चमं च षष्ठं विकटमेव च सप्तमं कृष्णराजेन्द्रं धूम्रवर्णं तथाष्टमं नवमं बालचन्द्रं च दशमं तु विनायकम् एकादशं गणपतिं द्वादशं तु विनायकं द्वादशैतानि नामानि त्रिसञ्चय पठे नरः न च विघ्नभयं तस्य सर्वसिद्धिकरं प्रभो Mr. Shyam Kumar will deliver the welcome address. Mr. Shyam Kumar. Good morning, everyone. ഓണോത്സവം കൊഴുപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇത്ര അങ്ങോട്ട് കൊഴിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദിയിലിരിക്കുന്ന നമ്മുടെ അതിഥികളെ, കലാകാരലി കുടുംബാംഗങ്ങളെ, മറ്റതിഥികളെ, അങ്ങനെ വീണ്ടും കലാകാരലി ഒരു ഓണാഘോഷം വളരെ വിജയകരമായി ഇപ്രാവശ്യവും നടത്തിയിരിക്കുകയാണ്. ഓണാഘോഷ പരിപാടികൾ സ്പോർട്സ് ഡേയിൽ നിന്ന് ആരംഭിച്ച് പലതരം കോമ്പറ്റീഷനുകളോടി ഇന്നിപ്പോൾ കലാശക്കൊട്ടൽ, കുറച്ചു മുമ്പ് കേട്ടതല്ല, ഇത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട്. അതാന്നത്തെ നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഇതിനായിട്ട് നമ്മൾക്ക് വളരെ വിശിഷ്ട അതിഥികൾ വന്നിട്ടുണ്ട്. നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് ഉദ്ദേശിച്ചിരുന്നത് കേന്ദ്ര നിയമമന്ത്രി ശ്രീ സദാനന്ദ ഗൗഡയായിരുന്നു. പുള്ളി വളരെ അർജൻറ്റായിട്ടുള്ള ഒരു റൈത്തർ പ്രശ്നത്തിലേക്ക് മൈസൂരിലേക്ക് പോയിരിക്കുകയാണ്. കഴിയുന്നതും തിരിച്ചു വരുന്ന സമയത്ത് വരാൻ നോക്കാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. റൈത്തറുടെ പ്രശ്നമാണല്ലോ കലാകാരിയുടെക്കാളും പ്രശ്നം. അത് കാരണം നമ്മളും അത് പുള്ളിയുടെ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. പുള്ളി വരും എന്ന വിശ്വാസത്തോടുകൂടി പുള്ളിക്ക് ഞാൻ സ്വാഗതം പറയുന്നു. But for someone who is close to us for our needs and our political issues and our normal day-to-day life, we have elected our representative, Mr. Anand. He is so happy that he could come here today and be with us as our guest of honor. We are very grateful to you, sir. We all know that you had a good view of Kerala in the last 2 weeks, and today you have this privilege of celebrating the Onam with us. I'm sure you will enjoy it as much as we enjoy having you here. അടുത്ത അതിഥിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാര്യം ഞാൻ സിനിമ കണ്ട ഓർമ്മകാലം മുതൽ ഈ കക്ഷിയും സിനിമയിലുണ്ട്.
പുള്ളിയാണിപ്പോൾ മലയാളം മൂവിയെ ഭരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ചെറിയ മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് വന്നതിന്, നമ്മളോടൊപ്പം ഓണാഘോഷത്തിൽ പങ്കുവയ്ക്കുന്നതിന് സഹായിച്ച്. പുള്ളി വളരെ തിരക്കോടുകൂടിയായിരുന്നു. പലരും വായിച്ചു. ഇന്നലെയും ചില പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. പുള്ളി അവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഇടവേള ബാബു ഞങ്ങളുടെ കൂടെ വന്നത്. ഒരു സിനിമാ താരം നമ്മുടെ കുടുംബാംഗമായിട്ടുണ്ട്. അതാണ് മാഡം സുമിത്ര. അതും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, പ്രേം നസീറിൻ്റെ കാലം മുതലുള്ള ഒരു ഹീറോയിൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഗ്ലാമറസ് ആയിട്ടിരിക്കുന്ന ഒരു സുമിത്ര. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നുള്ള ഒരു നക്ഷത്ര തിളക്കം. നക്ഷത്ര, she was just, when walking in, she was saying, every time I am behind her, today I want to be on the stage. I said, yeah, that's what you're going to do. So here we have Nakshatra. For your information, most of the people who have been budding actresses who have come here before have become super actresses, which includes Lakshmi Gopal Swami, Chitra Iyer, and many such people. So I'm sure you will also be one. We welcome you for our show. കലാകാരിയുടെ കമ്മിറ്റി അംഗങ്ങൾ, മുൻ പ്രസിഡന്റുമാർ, കലാകാരിയുടെ അഭ്യുദയകാംക്ഷികൾ, അതിഥികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ഇനോഗ്രേഷൻ ഫംഗ്ഷനായി ഞാൻ ക്ഷണിക്കുന്നു. വിളക്ക് കൊളുത്തി നമുക്ക് ഈ ഇനോഗ്രേഷൻ ആരംഭിക്കാം. We will now inaugurate the function by lighting the auspicious Nilavilakku. I request the dignitaries on the dais to please do the honors. For the introduction of our guest of honor, Mr. Idavela Babu. Malayalis world over requires no introduction to him, but we need a formal one, and so Mr. PKCS Babu here will do us the honors. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന സഹൃദയരായ കലാകൈരളി സുഹൃത്തുക്കളെ, ഭായിയും അവർ ബഹനും, കലാകൈരളി ഭാരവാഹികൾ, ഈ ഇടവേളയിൽ എനിക്കൊരു വേല തന്നു. അങ്ങനെ ബാബു എന്നുള്ള പേര് ഞാനും ഒരു ഇടവേല ബാബുവായി. അവിടെ വേളയല്ല, ഇടവേലയാണ് എനിക്ക്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയെ പരിചയപ്പെടുത്തുവാനുള്ള അസുലഭ സൗഭാഗ്യവും സുവർണ അവസരവും എനിക്ക് അനുവദിച്ചു തന്ന അതിയായ ഈ ഭാരവാഹികളോട് അതിയായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇടവേള ബാബു ചലച്ചിത്ര വിഹായസിൽ പ്രകാശതാരമായി ഉയർന്നുയരുന്ന പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു മികവുറ്റ കലാകാരൻ. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്ന പ്രസിദ്ധ സംഘടനയുടെ കാര്യദർശി.
ഒട്ടനവധി സിനിമകളിൽ നിരവധി വ്യത്യസ്തമായ വേഷങ്ങൾ തന്മയത്വമായി അഭിനയിച്ച് തൻ്റെ അഭിനയ പാടവം തെളിയിച്ച് പ്രശംസ കൈപ്പറ്റിയ ഒരു കഴിവുറ്റ നടൻ നമ്മുടെ പ്രിയപ്പെട്ട ഇടവേള ബാബു. അമ്മാനത്ത് ബാബുചന്ദ്രൻ 1982 പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായ ഇടവേളയിൽ അഭിനയിച്ചതോടുകൂടി ഇടവേള ബാബു എന്ന പേർ ലഭിച്ചു. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ ശ്രീമാൻ വി രാമൻ്റെയും ശ്രീമതി ശാന്താരാമൻ്റെയും മകനായി 1983 ജനനം. മോഡൽ സ്കൂളിലും ക്രൈസ്റ്റ് കോളേജിലുമായി പഠനം പൂർത്തിയാക്കി ബികോം ബിരുദധാരിയായി. നമ്മുടെ പ്രിയങ്കരനും മലയാള സിനിമയുടെ അഭിമാനവുമായ MP, അതായത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഇന്നസെൻറ്റിൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. നമ്മുടെ പ്രിയങ്കരനും മലയാള സിനിമയുടെ അഭിമാനമായ ഇന്നസെൻറ്റിൻ്റെ നാട്ടുകാരൻ കൂടിയാണല്ലോ. പഠന സമയത്ത് സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റി ലെവലിലും കലാപ്രകടനങ്ങൾക്കും നൃത്ത മത്സരങ്ങൾക്കും ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ധാരാളം സീരിയലുകളിലും ടെലിഫിലിമുകളിലും അഭിനയിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് അക്ഷരമാലയുടെ A മുതൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെ അക്ഷരമാല ക്രമത്തിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ പറയാൻ. A അഗ്നിശലഭങ്ങൾ, B ബോയ് ഫ്രണ്ട്, C ക്രോണിക് ബാച്ചുലർ, ക്യാബിനറ്റ്. ദേ ഇങ്ങോട്ട് നോക്കിയേ. E ഫോർ എന്നോട് ഇഷ്ടം കൂടാമോ, F ഫോർ ഫ്രൈഡേ, G ഫോർ ഗുഡ് ബോയ്സ് ആൻഡ് ഗ്ലോറിയ, ഹിറ്റ്ലർ, I ഫോർ ഇടവേള ഇഷ്ടമാണ് 100 വട്ടം, K ഫോർ കാസർഗാഡ് ഖാദർഭായ് ആൻഡ് കീർത്തനം, L ഫോർ ലയൺ, M മിമിക്സ് ആൻഡ് മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവ്, എന്നിന് വേണമെങ്കിൽ നേരം പുലരുമ്പോൾ. ഇനി നിങ്ങൾ പറ. O ഒരു കടങ്കഥ പോലെ, അതിൻ്റെ ഒറ്റയാൾ പട്ടാളം, P പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, S ഫോർ സ്വന്തം ലേഖകൻ ആൻഡ് സമാഗമം, തലസ്ഥാനം, ടൂറിസ്റ്റ് ഹോം, U ഉടയോൻ, V വിക്കറ്റ് ഓഫ് കേരള സ്ട്രൈക്കേഴ്സ് എന്നുപോലും പറയാം. സൂം, അദ്ദേഹം എന്നും സൂമായിട്ട് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ 100-ലധികം സിനിമകളുടെ പേരുകൾ എടുത്തു പറയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും സമയപരിമിതി കൊണ്ട് തൽക്കാലം നിർത്തട്ടെ. എന്നും മലയാളിയായ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ മുഖം. പുണ്യവാളൻ അഗർബത്തി കത്തിച്ച് നമ്മുടെ ക്രോണിക് ബാച്ചുലർ ശ്രീമാൻ ഇടവേള ബാബുയെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അഭിമാനപൂർവ്വം അവതരിപ്പിക്കട്ടെ. ഇതാ Mr. PKCS Babu for you. Thank you, Mr. Babu. I now request Mr. Idavela Babu to speak a few words to the gathering. കലാകൈരളിയുടെ ഈ വേദിയിൽ ഈ മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വന്നു നിൽക്കാൻ ഭാഗ്യം സിദ്ധിച്ച അവസരമുണ്ടാക്കിയ ജഗദീശ്വരനോട് ആദ്യത്തെ നന്ദി. വേദിയിലുള്ള കലാകൈരളിയുടെ പ്രസിഡൻറ്റ് ശ്രീ ശ്യാം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. കൂടാതെ ഇതിൻ്റെ സെക്രട്ടറി ഹരിദാസൻ, ട്രഷറർ ഗിരീഷ് കുമാർ, പിന്നെ ഇന്നത്തെ അതിഥികളായ ശ്രീ ആനന്ദ്, നക്ഷത്ര എൻ്റെ സഹപ്രവർത്തക കൂടിയാണ്. പിന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ നമ്മൾ ആരാധിച്ചിരുന്ന ചേച്ചി ഇവിടെയുണ്ട്, സുമിത്ര ചേച്ചി. കൂടാതെ ഒരുപാട് എൻ്റെ നാട്ടുകാരുണ്ട്. എനിക്ക് ഇന്നിവിടെ വരാൻ അവസരമുണ്ടാക്കി തന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ആശയ്ക്കും ശ്യാമിനോടും ആദ്യത്തെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയിൽ ഒരുപക്ഷെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ വന്നു പോയിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 18ാമത് വർഷത്തിലേക്കാണ് കലാകൈരളി കടന്നു പോകുന്നത്. 18 വർഷം ഒരു സംഘടന നിലനിൽക്കുക എന്നുള്ളത് വളരെ അത്ഭുതമാണ്. പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ. ലോകത്ത് ഒരുപാട് ഭാഷകളിലുണ്ട്. അതിൽ മലയാളം സംസാരിക്കുന്നു എന്നതുകൊണ്ട് മലയാളികളാവുകയും കേരളത്തിൽ ജനിച്ചു അല്ലെങ്കിൽ കേരളത്തിൽ ഒരു വേരുണ്ട് എന്നതുകൊണ്ട് നമ്മൾ മലയാളികളായി തുടരുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണ മലയാളി ഒരു സംഘടന തുടങ്ങിയാൽ അത് ഒരു വർഷം ഗംഭീരമായിട്ട് നടക്കും, അടുത്ത വർഷം കുഴപ്പങ്ങൾ തുടങ്ങും, 5ാമത്തെ കൊല്ലത്ത് അടിച്ച് പിരിയും. അതാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറ്. പ്രത്യേകിച്ചും ഈ ഓണാഘോഷം കേരളത്തിൽ ഏകദേശം പറഞ്ഞാൽ അന്യം നിന്ന് പോയി തുടങ്ങി. ഇന്ന് റെഡിമെയ്ഡ് ഓണമാണ്. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു മേളം കണ്ടു, അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. കാരണം വർഷങ്ങളോളം ചെണ്ട പഠിച്ച് ചെണ്ടയോട് ജീവിതം പുലർത്തി വന്ന കലാകാരന്മാരൊക്കെ ഒന്ന് വീട്ടിലിരിപ്പായി.
ഇന്ന് എല്ലാവർക്കും ശിങ്കാരിമേളവും അങ്ങനെയുള്ള മേളങ്ങളിലേക്ക് മാറി. അതും കാലഘട്ടത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും അധികം ഓണം ആഘോഷിച്ചിരുന്നത് വിദേശത്താണ്, ദുബായിലാണ്. ഓണം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം ഓണാഘോഷമായിരിക്കും. നമുക്ക് സ്ഥിരം വേദികളായിരുന്നു ദുബായിൽ. പക്ഷേ ദുബായ് ഗവൺമെൻറ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് മലയാളികൾ ദുബായ് പിടിച്ചടക്കും എന്ന് തോന്നിയതുകൊണ്ട് ഇപ്പം അതെല്ലാം നിരോധിച്ചു. അതുകൊണ്ട് കലാകാരന്മാർക്ക് കുറച്ച് ഒഴിവുണ്ട് ഇപ്പോൾ ദുബായ് യാത്ര. മറ്റേത് എല്ലാ ആഴ്ചയും ഓണാഘോഷമാണ്, സദ്യ ഉണ്ട് നമ്മളൊരു പരിവാകും. അപ്പോൾ പ്രത്യേകിച്ചും മലയാളികൾ അന്യദേശത്ത് പോകുമ്പോഴാണ് നമ്മുടെ മലയാളത്തെ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തെ മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഓണാഘോഷങ്ങളൊക്കെ അന്യനാടുകളിൽ, പ്രത്യേകിച്ച് പൂന, ബോംബെ, അവിടെയൊക്കെ വളരെ വിപുലമായിട്ട് ഓണാഘോഷം നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ബാംഗ്ലൂർ നിങ്ങളും ഈ ഓണാഘോഷം ഇത്രയും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത്. മലയാളത്തിൽ കേരളമൊക്കെ ഒരുപാട് നിങ്ങൾ അറിയാത്തവരൊന്നല്ല, എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും വരുന്നവരാണ്. പക്ഷേ കേരളം ഒരുപാട് മാറിപ്പോയി. അവിടെ ഇപ്പോൾ എന്ത് പറഞ്ഞാലും വർഗീയതയാണ്, ജാതിയാണ്, ജാതിക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമയിലൊക്കെ ഭയങ്കര ജാതിയാണ്, പുറത്ത് പറയാൻ കൊള്ളില്ല എന്നേ ഉള്ളൂ. എല്ലായിടത്തും വർഗീയത അത്രമാത്രം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് വിഷമം തോന്നും. പണ്ട് മലപ്പുറം സൈഡിലൊക്കെ പോകുമ്പോഴേ ഈ പർദ്ദയിട്ട ആളുകളെ കാണാറുള്ളൂ. ഇപ്പോൾ കേരളം മുഴുവനുണ്ട്, കൊച്ചു കുട്ടികളടക്കം. എന്തിനു വേണ്ടി ഇങ്ങനൊരു ഈ ചൂടുള്ള രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പക്ഷെ അതുപോലെ ഇപ്പോൾ ഒരു മതത്തെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തില്ല. എല്ലാ മതങ്ങളും ഒരുപാട് ആളെയും തരം നോക്കി അല്ലെങ്കിൽ പേരിൻ്റെ വാല് നോക്കി ആളെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമായി മാറിപ്പോയി എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. ഏതായാലും ഓണം ഒരു വലിയ മിത്താണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, അതിൽ കുറേ സത്യങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഓണാഘോഷത്തിൻ്റെ ആദ്യത്തെ ചുമതല. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകാറില്ല. കുറച്ച് കൈകൊട്ടിക്കളി കളിക്കും, അല്ലെങ്കിൽ കുറച്ച് പൂക്കളം. ഇക്കുറി നമുക്ക് ചൈനയിൽ നിന്ന് റെഡിമെയ്ഡ് പൂക്കളം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വളരെ സൗകര്യമാണ്. അതുകൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി കാലത്ത്. അപ്പോൾ ഇന്ന് ഒരു പൂക്കളായി, നാളെ വേറെ, അങ്ങനെ ഒരു പാക്കറ്റിൽ നമുക്ക് 10 പൂക്കളം കിട്ടും. വളരെ സൗകര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓണായിക്കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഇപ്പോൾ സമയമുണ്ട്, വളരെ സൗകര്യമാണ്. കേറ്ററിംഗുകാർക്ക് ജോലിയുള്ളൂ. രാവിലെ കേറ്ററിങ്ങിൻ്റെ അവിടെ ക്യൂ ആണ്. അപ്പോൾ അത് തെറ്റൊന്നുമില്ല, കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ എല്ലാം പഴമയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ പഴമയും ഈ പുതുമയും കൂടി കൂട്ടിച്ചേരുന്ന വലിയ വികൃതമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പലതും നഷ്ടപ്പെടും. നമ്മുടെ ഐതിഹ്യങ്ങൾ നമ്മളിൽ നിന്ന് മുതലായിട്ടുള്ള പല ഐതിഹ്യങ്ങളും നമുക്ക് ഇല്ലാണ്ട് പോകും. അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികൾ കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അന്യദേശത്തുള്ള മലയാളികളാണ്, വിദേശത്തുള്ള മലയാളികളാണ്. അവിടുത്തെ കുട്ടികളൊക്കെ നന്നായിട്ട് മലയാളം, പ്രത്യേകിച്ച് ചാനലുകളുടെ അതിപ്രസരമാണ് കേരളത്തിൽ. എങ്കിലും ചാനലുകളുടെ സ്വാധീനം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് പണ്ട് US പോയിരുന്ന സമയത്ത് 5 വർഷം മുമ്പുള്ളവരെ അറിയുള്ളൂ. നമ്മളൊക്കെ പോകുന്ന സമയത്ത് 5 വർഷം മുമ്പ് സിനിമയിൽ സജീവമായിരുന്ന, ഇപ്പോൾ ആ സമയത്ത് മലയാളത്തിൽ നിന്ന് ഔട്ടായിട്ടുള്ള ആളുകളെ കുറിച്ച് ഭയങ്കരമായിട്ടാണ്. കാരണം 5 വർഷം കഴിഞ്ഞിട്ട് അമേരിക്കയിലൊക്കെ അത്തരം സിനിമകൾ വരുള്ളൂ. ഇന്ന് ആ കാലഘട്ടം മാറി. ഇന്ന് കേരളത്തിലുള്ള എല്ലാ ചാനലുകളും വിദേശ രാജ്യങ്ങളിലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അപ് ടു ഡേറ്റ് ആയി. അപ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മളിലുള്ള എല്ലാ അറിവുകളും അല്ലെങ്കിൽ എല്ലാ പോരായ്മകളും എല്ലാം അപ്പോൾ വിദേശത്തുള്ള മലയാളികളും അറിയുന്നു എന്നുള്ളതാണ്. കാലഘട്ടം മാറി, ഇൻ്റർനെറ്റുകൾ വന്നു, ഫേസ്ബുക്കുകൾ വന്നു, വാട്സപ്പ് വന്നു. അതിൽ പലതും നല്ല കാര്യങ്ങൾ പ്രചരിക്കാറുണ്ട്, കൂടുതലും ദൂഷ്യവശങ്ങളാണ് പ്രചരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇപ്പോൾ കേരളത്തിൽ 6 മണി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കരച്ചിലാണ് കേൾക്കുക. പണ്ട് അമ്മമാർ പറയും വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആരും കരയരുത്, അല്ലെങ്കിൽ അത്തരം ദുർചിന്തകൾ പാടില്ല, വളരെ പോസിറ്റീവായിരിക്കണം. പക്ഷേ എല്ലാ വീട്ടിലും ഇപ്പോൾ കരച്ചിലാണ്. TV തുറന്നാൽ പിന്നെ സീരിയലുകളുടെ കരച്ചിലുകളുടെ ഒരു ബഹളമാണ് 6 മണി കഴിഞ്ഞാൽ. അതൊരു 10 മണി വരെ നിലനിൽക്കും. 10 മണി വരെ എല്ലാ വീട്ടിലും, നമ്മുടെയൊക്കെ വീട്ടിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ 10 മണി കഴിയണം, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചു നോക്കില്ല.
അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ പണ്ട് പറയും 7 മണി കഴിഞ്ഞ് അത്താഴം കഴിച്ച് നമ്മൾ കുറച്ച് വ്യായാമമൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങണത്. ഇപ്പോൾ അതൊന്നും നടക്കില്ല. 10 മണി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കിട്ടും, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കിടന്നുറങ്ങാം എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിലൊരു സുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിവാഹിതനായതുകൊണ്ട് വേറെ തലവേദനകളൊന്നുമില്ല, കിടന്ന ഉറക്കം വരും. ഇന്നലെ ഞാൻ ആശയോട് പറഞ്ഞു എന്തൊരു സുഖമാണെന്നറിയോ ജീവിതം. പക്ഷേ ഞാൻ പലർക്കും ജീവിതത്തിൽ അബദ്ധം പറ്റിയവരാണെന്ന് ഞാൻ പറയും, പക്ഷെ അതിനെ എതിർക്കുന്നവരുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. എല്ലാം നന്നായി ഇല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന 2 കാര്യമാണ്. 10 പേരെ പരിചയപ്പെട്ടാൽ അതിലൊരു 7 ആളും ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ടാവും, ആദ്യത്തെ ഇത്. രണ്ടാമത് 10 പേരെ പരിചയപ്പെട്ടാൽ അതിൽ 8 ആൾക്കും ക്യാൻസറായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ദിനചര്യകൾ തന്നെയായിരിക്കാം അതിൻ്റെ പ്രശ്നം. കാരണം കേരളത്തിൽ ഇന്ന് ക്യാൻസർ ഒരു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ്. കാരണം ഒരു വീടില്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടം. കാരണം അവസാനം വരെ ചികിത്സിച്ച് നമ്മളെ വീടിൻ്റെ അസ്ഥിവാരം വരെ നമ്മൾ വിറ്റ് അവസാനം ആൾ നഷ്ടപ്പെടുകയും ചെയ്യും, നമ്മളുടെ കടങ്ങൾ ബാക്കി നിൽക്കുകയും. ഇങ്ങനൊരു ദുരന്തമാണെന്ന് കേരളത്തിൽ നടക്കുന്ന ഞങ്ങളുടെ സിനിമാ ഫീൽഡിൽ നിന്ന് വ്യാപകമാണ് ക്യാൻസർ. ഞങ്ങളുടെ പ്രസിഡൻറ്റ് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മശക്തിയാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ ഒരു ഘട്ടം വരെ പിടിച്ചു നിർത്തിയത്. ഇപ്പോൾ 2ാമത് ട്രീറ്റ്മെൻറ്റിലാണ്. ഡൽഹിയിൽ ഇന്നസെൻ്റ് ഏട്ടൻ എയിംസിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഇത്തരം രോഗങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ പക്ഷേ ഇപ്പോൾ ഒരു നല്ലൊരു അവയർനെസ് വന്നിട്ടുണ്ട്. ഈ ഓണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. പച്ചക്കറി കൃഷിയിൽ വലിയൊരു മാറ്റം. കാരണം തമിഴ്നാടിനെയും അല്ലെങ്കിൽ കർണാടകയെയും ആശ്രയിച്ചുകൊണ്ടിരുന്ന കേരളം സ്വന്തമായ പച്ചക്കറി എല്ലാ വീടുകളിലും ഉൽപ്പാദിപ്പിക്കുകയും ജൈവ കൃഷിക്ക് വലിയൊരു മാറ്റം വരികയും അത് ഒരു പക്ഷേ നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വളരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതിനുള്ള വലിയൊരു പ്രയത്നത്തിലാണ്. പിന്നെ സിനിമ ഇപ്പോൾ പഴയതുപോലെ ഒന്നും ഓടുന്നില്ല. ഓടുന്ന പടങ്ങളാണെങ്കിൽ അതിഭയങ്കരമായിട്ട് ഓടുന്നു. ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. പുതിയ ഒരു ജനറേഷൻ വന്നു കഴിഞ്ഞു. ഞാനൊക്കെ ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. കാരണം നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മുടെ വയസ്സുള്ളവരോ അല്ലെങ്കിൽ നമ്മൾക്ക് വയസ്സ് മുതിർന്നവരായിട്ട് കൂട്ടുകൂടാതിരിക്കുക. കാരണം നമുക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ കഴിയുമെങ്കിൽ പുതിയ തലമുറയുമായിട്ട് കൂട്ടുകൂടുക. അവരൊരിക്കലും നമ്മളിലേക്ക് കടന്നു വരില്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മളിലേക്ക് അവർ കടന്നു വരുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ അവരിലേക്ക് കടന്നു ചെല്ലുക, അവരിൽ നിന്നുള്ള ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. എങ്കിലേ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാലുവേദന, കൈവേദന, ഇങ്ങനെ രോഗങ്ങളിലേക്ക് മാറി. നമുക്ക് രോഗമില്ല, നമുക്ക് രോഗം വരില്ല എന്ന് സ്വയം വിശ്വസിക്കുക. പിന്നെ രോഗം വരുമ്പോഴല്ലേ അപ്പം നമുക്ക് ആലോചിക്കാം. എല്ലാവരും എന്തായാലും ഒരു പോസിറ്റീവ് എനർജിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ എപ്പോഴും ചില ആൾക്കാരുണ്ട് എന്നും ദുഃഖങ്ങളും അങ്ങനെയുള്ളവരെന്ന് ഉടനെ അവിടെ നിന്ന് മാറിപ്പോവുക. കാരണം നമ്മളും കൂടി അയാൾക്കോ ദുഃഖമുണ്ട്, ഇനി ആ ദുഃഖം നമ്മളും കൂടി നമ്മൾ വലിച്ചു മാറ്റേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് തോന്നും ചിലരെ സഹായിക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ. ഇപ്പം ഞാനിപ്പോൾ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ഏകദേശം 16 വർഷങ്ങളായി. ഒരുപാട് അറിയാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കിട്ടിയ ഗുണം സിനിമയിൽ നിന്ന് മലയാള സിനിമയുടെ ലെജൻസായിട്ട് എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ ഒരുപക്ഷെ സാധിച്ചു എന്നുള്ളതാണ്. കാരണം മധുസാറായാലും ശാരദാമ്മയായാലും അല്ലെങ്കിൽ ഷീലാമ്മയൊക്കെ ആയിട്ടും ജയഭാരതി ചേച്ചിയൊക്കെ ആയിട്ട് വളരെ അടുത്ത്, ഒരുപക്ഷെ ഇന്നത്തെ എൻ്റെ ജനറേഷനിലുള്ള ആർക്കും സാധിച്ചിട്ടുണ്ടാവില്ല. അത്രയധികം അവരൊക്കെ ആയിട്ട് അടുത്ത് ഇടപഴകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അമ്മ എന്ന സംഘടന കൊണ്ട് നേട്ടമുണ്ടായിട്ടുള്ളത്. നമ്മൾ ഏകദേശം 110 പേർക്ക് എല്ലാ മാസവും 5000 രൂപ വെച്ച് നമ്മൾ കൈനീട്ടം നൽകുന്നുണ്ട്. അത്തരം പിന്നെ ഇൻഷുറൻസ്, ഹോസ്പിറ്റലൈസേഷൻ, അങ്ങനെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത്തരം സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംതൃപ്തി. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇതിനു മുമ്പ് ഇവിടെ പ്രസിഡൻ്റായിരുന്നവരും സെക്രട്ടറി ആയിരുന്നവരും ഇപ്പം ഇരിക്കുന്നവരും ചീത്തപ്പേര് മാത്രമായിരിക്കും ബാക്കി. നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ അതിനെ പെരുപ്പിച്ച് കാണിക്കാനും അല്ലെങ്കിൽ അയാളെ കൊണ്ട് അതേ സാധിച്ചുള്ളൂ എന്ന് പറയാനാണ് മലയാളികളായ നമ്മളിലൊക്കെ ഒരു ആഗ്രഹം. കാരണം മറ്റവനെ ഇടിച്ച് കാണിക്കുക അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ 2 പേരെ ഒരു ദിവസം ഒന്ന് കളിയാക്കി അല്ലെങ്കിൽ അവനിട്ട് 2 പണി കൊടുത്തിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പലർക്കും ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ മലയാളികളുടെ ചിന്ത പോകുമ്പോൾ എന്തുകൊണ്ട് മറ്റ് രാജ്യക്കാർ അവരുടെ ചെറിയ പരിമിതികളിൽ അവർ വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിയും അതിലേറെ സൗന്ദര്യവും
അതിലേറെ സമ്പത്തും തന്നിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മളിപ്പോഴും പിന്നോട്ടാണ്. അത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ പോസിറ്റീവ് എനർജി നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളണം, നെഗറ്റീവ് എനർജിയെ നമ്മൾ തിരസ്കരിക്കണം. നെഗറ്റീവ് എനർജി എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത്തരം സംഘടനകളിൽ കൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ മലയാളികളുടെ ദുരന്തമാണ് ഇവിടെ നിന്നൊരു വെക്കേഷൻ കാലഘട്ടത്തിൽ ഒന്ന് കേരളത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് ആയാലും ബസ് ടിക്കറ്റ് ആയാലും ഒക്കെ നമുക്കറിയാം, കാരണം നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നിലവിളിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, ആരും ഇവിടെ കൊണ്ടുവന്ന് തരില്ല. പ്രത്യേകിച്ച് ഇന്ന് രാഷ്ട്രീയത്തെ അതിജീവിക്കുന്നൊരു കാലഘട്ടമാണ് കേരളത്തിൽ. മൂന്നാർ സമരം അതിൻ്റെ ഒരു വലിയ മാറ്റമാണ്. കാരണം രാഷ്ട്രീയക്കാരെ വെറുത്തു കഴിഞ്ഞു ജനം. അവരുടെ മുഖംമൂടി തുറന്ന് കാണിച്ചു തുടങ്ങി. അവർക്ക് നേതാക്കന്മാർ വേണ്ട, പ്രവർത്തകർ മാത്രം മതി എന്നതിൻ്റെ ആദ്യത്തെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ മൂന്നാർ സമരം. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മുറവിളി കൂട്ടിയാലേ നിങ്ങൾക്ക് ലഭിക്കൂ, അല്ലെങ്കിൽ ആരും ഇവിടെ കൊണ്ടുവന്നതില്ല. കാരണം ബാംഗ്ലൂർ വരുന്ന നമ്മുടെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരെല്ലാം ഏറ്റിട്ട് പോവും. അത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവർ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തന്നെ നേടിയെടുക്കണം. അതിനായി നിങ്ങൾ ഒരു നേതാക്കളെ കണ്ടെത്തേണ്ട നിങ്ങൾ തന്നെയാണ് അതിൻ്റെ പ്രവർത്തകർ. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് തോന്നും നമ്മളെക്കൊണ്ട് സാധിക്കുമോ? സാധിക്കാത്ത ഒരു കാര്യമില്ല. നമ്മൾ വളരെ ലക്ഷ്യം കറക്റ്റാണെങ്കിൽ നമ്മൾ അവിടെ മാർഗവും ശരിയായി വരും, നമ്മളതിൽ ലക്ഷ്യത്തിലെത്തും. ഏതായാലും ഇങ്ങനൊരു അവസരമുണ്ടാക്കി തന്ന മലയാളികളുടെ ഓണാഘോഷം ഏറ്റവും നന്നായി. കാരണം ആഘോഷിക്കുന്നതിലല്ല, അതിൻ്റെ മനസ്സൊരു നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്നു, എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നു, ഓരോരുത്തരുടെ ഇല്ലായ്മയിൽ സഹായിക്കാനുള്ള സന്മനസ്സ് കാണിക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് ഈ വേദി ഒരു നിമിത്തമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് കേൾക്കുവാനും നല്ലത് കാണുവാനും നല്ലത് പറയുവാനും ജഗദീശൻ അനുവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വ്യക്തികൾക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ വാർഡിലെ കൗൺസിലറായ മിസ്റ്റർ എം ആനന്ദിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രഡക്ഷനാണ് ഇത്. മിസ്റ്റർ ആനന്ദ് എം, resident of Nagishalli, was born in an agricultural family. He has been a leader from childhood days and actively involved in social service. With his leadership skills and extreme popularity, he was elected as a CMC councillor, Battayaranapura, in 2001. He was also a standing committee chairman in 2003. In his tenure as a councillor, he completed major road works, stormwater drains, drainage facility, introduction of bus service, building post office, etc. After his tenure, he extended his social service in the neighboring areas. In 2015, he was re-elected as councillor for Radhakrishna, Ward number 18, Sanjay Nagar. He represented JDS party in the election and has been selected to lead JDS party in the BBMP council. Namaskara sir, ನಮ್ಮ ಫಂಕ್ಷನ್ಗೆ ನಿಮಗೆ ಸುಸ್ವಾಗತ. ಈ ದಿನ ಕಲಾ ಕೈರಳಿ ಸಂಘದ ಅಧ್ಯಕ್ಷರಾದಂಥ ಶ್ಯಾಮ್ ಕುಮಾರ್ ಅವರು, ನಮ್ಮ ಕಾರ್ಯದರ್ಶಿಯಾದ ಹರಿದಾಸನ್, ಗಿರಿಕುಮಾರು, ಈ ವೇದಿಕೆ ಮೇಲಿಲ್ಲ ಅವರ ಫಿಲಮ್ ಚಿತ್ರನಟಿಯವರಾದ ನಕ್ಷತ್ರ, ಒಡವೆಲೆ ಬಾಬು ಅವರು, ಸೆಕ್ರೆಟರಿಯವರು. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರತಿ ವರ್ಷವೂ ನಮ್ಮ ಮಲಯಾಳಿ ಸಂಘದ ಆಶ್ರಯಲ್ಲಿ ಪ್ರತಿ ವರ್ಷ ಇದೇ ಜಾಗದಲ್ಲಿ ನಡೆಸ್ಕೊಂಬರ್ತಾರೆ. ನಾವು ವರ್ಷ ನಾವು ಅದು ಅಟೆಂಡ್ ಆಗ್ತಾಯಿದ್ದೀರಿ. ಇದೇ ರೀತಿ ನಮ್ಮ ನಮ್ಮ ಈ ಮಲಯಾಳಿ ಸಂಘದ ಇದರಿಂದ ಓಣಂ ಹಬ್ಬದ ಎಲ್ಲರಿಗೂ ಶುಭಾಶಯ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಅದು ಓಣಂ ಹಬ್ಬ ಆಗಿ ಇದು ಇವತ್ತು ಒಂದು 15 ದಿನ ಆಗಿದೆ. ನಾವು ಓಣಂ ಹಬ್ಬಕ್ಕೆ ಕೇರಳ ಪ್ರವಾಸದಲ್ಲಿ ನಾವಿದ್ದೀರಿ. ಕೇರಳದಲ್ಲಿ ಕೊಚ್ಚಿನಲ್ಲಿ ನಾವು ಕೇರಳ ಹಬ್ಬದ ದಿನವೇ 6ನೇ ದಿನ ನಾವು ಕೇರಳ ಹಬ್ಬದಲ್ಲಿ ಕೊಚ್ಚಿನಲ್ಲಿ ನಾವು ಅಲ್ಲೇ ಆಲ್ಟ್ ಆಗಿದ್ರಿ. ನಾವು ಎಲೆಕ್ಷನ್ಗೋಸ್ಕರ ಮೊನ್ನೆ BBMP ಎಲೆಕ್ಷನ್ ಚುನಾವಣೆ, ಮೇಯರ್ ಚುನಾವಣೆಗೋಸ್ಕರ ನಾವು 11ನೇ ತಾರೀಕು ಕೇರಳದಿಂದ ಬೆಂಗಳೂರಿಗೆ ಬಂದಿರಿ. ಈ ಪ್ರೋಗ್ರಾಮ್ಗೆ ಅಟೆಂಡ್ ಆಗಬೇಕು ಅಂತ ನಾವು 13ನೇ ತಾರೀಕು ನಮ್ಗೆ ಟೈಮ್ ಕೊಟ್ಟಿದ್ರು. ನಾವು ಈ ಫಂಕ್ಷನ್ಗೆ ಅಟೆಂಡ್ ಆಗ್ತೀವಿ ಅಂತ ನಾವು ಹೇಳಿದ್ರಿ. ಅದೇ ರೀತಿ ನಮ್ಮ ರಾಧಾಕೃಷ್ಣ ವಾರ್ಡ್ನ ನಿಮ್ಮೆಲ್ಲರೂ ಸಹಕಾರದಿಂದ ನಮ್ಮ ವೋಟ್ ಮಾಡಿದ್ರಿಗೆ ಎಲ್ಲರಿಗೂ ನಾನು ಥ್ಯಾಂಕ್ಸ್ ಹೇಳ್ತಾ, ನಿಮ್ಮ ಸಮಸ್ಯೆಗಳು ಏನಾಯಿದ್ರೂ ನಮಗೆ ಫೋನ್ ಮಾಡಿ, ನಾವು ಬಂದು ನಿಮ್ಮ ಖುದ್ದಾಗಿ ನಿಮ್ಮ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಭಾಗವಹಿಸ್ತೀರಿ. ನೀವು
ಅದೇ ರೀತಿ ನಿಮ್ಮ ಏನೇ ಕೆಲಸಗಳಿದ್ರು ನಮ್ಮ ಫೋನ್ ಮಾಡಿ, ನಮ್ಮ ಫೋನ್ ಸಿಗಲಿಲ್ಲ ಅಂದರೆ ನಮ್ಮ ಹರಿದಾಸನ ಫೋನ್ ಮಾಡಿದ್ರೆ ನಮ್ಮನ್ನು ಅಲ್ಲೇ ನಿಮ್ಮ ಮನೆಗೆ ಬಂದು ನಿಮ್ಮ ಖುದ್ದಾಗಿ ಏನೇ ಸಮಸ್ಯೆಗಳಿದ್ರು ನಾವು ಬಗೆಹರಿಸ್ಕೊಡ್ತೀರಿ. ನಿಮ್ಮ ಎಲ್ಲ ನೀವು ಸಪೋರ್ಟ್ ಮಾಡಿದ್ದಕ್ಕೂ ನಾವೆಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ನಾವು ಟ್ಯಾಂಕ್ಸ್ ಹೇಳ್ತಾ, ಈ ಓಣಂ ಹಬ್ಬ ಮತ್ತೆ ಪ್ರತಿ ವರ್ಷವೂ ನೀವು ಮಾಡಿ ನಾವೆಲ್ಲ ಏನೇ ಇದ್ರೂ ನಾವು ಸಪೋರ್ಟ್ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳ್ತಾ ನಾವೆಲ್ಲರಿಗೂ ವಂದಿಸ್ತೀನಿ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. A budding talent in the Kannada film industry. She is the youngest daughter of late Kannada film director Dr. Rajendra Babu and actress Sumitra, who needs no special introduction. Last year, this dais saw her being honored. As a young girl of 17, she was given a role in Sunil Kumar Desai's film Sarigama, followed by the movie Gokula. She has made a mark in Tamil films like Marudavelu, etc. Like her mother, Sumitra, Nakshatra too has done Malayalam movies. Vaiduriyam was her debut movie. Kilipadum Gramam is another one of her films. 2015 saw her in a Malayalam film, Village Guys, in which she shared screen space with her mother. Nakshatra has a lot of new releases in Tamil and Kannada. Nakshatra has finished her course in